കുറച്ച് ഓബ്ജക്റ്റീവ് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ മോളിക്കുലർ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ് ഈസ് C6H12O6. മോളിക്കുലർ ഫോർമുല എന്താണ്? യഥാർത്ഥ ഫോർമുല, ട്രൂ ഫോർമുല, വിച്ച് ഗീവ്സ് ദി ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ വൺ മോളിക്യൂൾ ഓഫ് എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിൻ്റെ ഒരു മോളിക്യൂളിൽ ഓരോ ആറ്റവും യഥാർത്ഥത്തിൽ എത്ര എണ്ണം വീതമുണ്ടെന്ന് കാണിക്കുന്ന യഥാർത്ഥ ഫോർമുലയാണ് മോളിക്കുലർ ഫോർമുല. എന്നാൽ എംപിരിക്കൽ ഫോർമുല, ദ സിംപ്ലസ്റ്റ് ഫോർമുല വിച്ച് ഗീവ്സ് ദ സിംപ്ലസ്റ്റ് റേഷ്യോ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ വൺ മോളിക്യൂൾ ഓഫ് എ കോമ്പൗണ്ട്. ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് ഒരു മോളിക്യൂളിലുള്ള ആറ്റങ്ങളുടെ സിംപ്ലസ്റ്റ് റേഷ്യോയ്ക്ക് കാണിക്കുന്ന അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് റേഷ്യോയെ കാണിക്കുന്ന ഏറ്റവും ചുരുക്കെഴുത്ത് ഫോർമുല അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ഫോർമുല, അതാണ് എംപിരിക്കൽ ഫോർമുല. അപ്പോൾ നമുക്കിവിടെ സിംപ്ലസ്റ്റ് റേഷ്യോ എടുക്കണമെങ്കിൽ 6 കാർബണുണ്ട്, 12 ഹൈഡ്രജനുണ്ട്, 6 ഓക്സിജനുണ്ട്. അപ്പോൾ അതിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ എടുക്കുമ്പോൾ 6 കൊണ്ട് കട്ട് ചെയ്താൽ 1:2:1. അപ്പോൾ എന്താണ് അതിൻ്റെ എംപിരിക്കൽ ഫോർമുല? 1 കാർബൺ, 2 ഹൈഡ്രജൻ, 1 ഓക്സിജൻ. അപ്പോൾ CH2O. ഇനി അടുത്ത ചോദ്യം നോക്കി, രണ്ടാമത്തെ. ദ നമ്പർ ഓഫ് ന്യൂട്രോൺ ഇൻ Br3580. ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക മാസിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ വലിയ വാല്യൂ, അതാണ് അറ്റോമിക് മാസ്. ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണുകളുടെ ആകെ എണ്ണം അത് 80 ആണ്. പ്രോട്ടോണുകളുടെ എണ്ണം, അതാണ് അറ്റോമിക് നമ്പർ, അത് 35 ആണ്. അപ്പം മൈനസ് ചെയ്യുമ്പോൾ 45 എന്ന് കിട്ടും. അപ്പോൾ 45 ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ ഗ്രൂപ്പ് 16 എലമെൻറ്റ്, 16ാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റിനെ വിളിക്കുന്നവരാണ് ചാൽക്കോജൻസ്. ഹാലജൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 17, നൈട്രജൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 15, ബോറോൺ ഫാമിലി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 13. ഇപ്പോൾ ഗ്രൂപ്പ് 16 എന്ന് പറയുന്നത് ഓക്സിജൻ ഫാമിലിയാണ്. ചാൽക്കോജൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 16. ഗ്രൂപ്പ് 16 മീൻസ് ഓക്സിജൻ ഫാമിലി എലമെൻറ്റ്, അതാണ് ചാൽക്കോജൻ. ഇനി നാലാമത്തെ ചോദ്യം. ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ഇൻ ഈഥെയ്ൻ. എന്താ ഈഥെയ്ൻ? സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ട്, CH3. അപ്പോൾ കാർബൺ എത്ര സിഗ്മ ഉണ്ടാക്കി? 4 എണ്ണം ഉണ്ടാക്കി. 4 എണ്ണം ഉണ്ടാക്കണമെങ്കിൽ 4 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. ഇപ്പോൾ ഒരു എസിൻ്റെ കൂടെ 3 P വേണം, sp3. എന്നാൽ ഡബിൾ ബോണ്ട് കാർബൺ എത്തീൻ, അപ്പം കാർബൺ എത്ര സിഗ്മ ബോണ്ട് ഉണ്ടാക്കുന്നുള്ളൂ? 3 എണ്ണം ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഒരു എസിൻ്റെ കൂടെ 2 P മതി, sp2 ഹൈബ്രിഡൈസേഷൻ. ഇനി ട്രിപ്പിൾ ബോണ്ടഡ് ആണെങ്കിലോ കാർബൺ 2 സിഗ്മ ബോണ്ടേ ഉണ്ടാക്കുന്നുള്ളൂ, ബാക്കി 2 എണ്ണം പൈ ബോണ്ടാണ്. അപ്പോൾ 2 സിഗ്മ ബോണ്ട് ഉണ്ടാക്കാൻ ഒരു എസിൻ്റെ കൂടെ 1 P മതി, sp ഹൈബ്രിഡൈസ്ഡ്. അപ്പോൾ sp3 ഹൈബ്രിഡൈസ്ഡ് ആണെങ്കിൽ ടെട്രാഹീഡ്രലായിരിക്കും, sp2 ആണെങ്കിൽ ട്രൈഗണൽ പ്ലാനാർ ആയിരിക്കും അല്ലെങ്കിൽ പ്ലാനാർ ആയിരിക്കും, sp ആണെങ്കിൽ ലീനിയറാണ്. അപ്പോൾ ഇവിടെ ANE ആണ് ആൽക്കീൻ, സിംഗിൾ ബോണ്ട്, അപ്പോൾ sp3. ENE ആണെങ്കിൽ sp2, YNE ആണെങ്കിൽ sp. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ? സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലാത്തത് ഏത്? സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്താണ്? ദ തെർമോഡൈനാമിക് പാരാമീറ്റർ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ തുടക്കാവസ്ഥയും അവസാനത്തെ അവസ്ഥയും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുക, ഇടയ്ക്കുള്ള പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനകത്ത് എൻട്രോപ്പി, എൻതാൽപ്പി, ഗിബ്സ് എനർജി, ഇതെല്ലാം സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. ഹീറ്റും വർക്കും നമുക്കറിയാം ടിപ്പിക്കൽ പാത്ത് ഫംഗ്ഷനാണ്. That depends only on the path followed by the system. അപ്പോൾ work is the right answer.